നമസ്കാരം, ഞാൻ ജോഷിൻ. 15 വർഷത്തോളമായി ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തു പോരുന്ന ഒരാളാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഏറ്റവും പുതിയ പ്രോഡക്റ്റ് ആയിട്ടുള്ള സൂപ്പർ സ്റ്റാറിനെ കുറിച്ചിട്ടാണ്. സൂപ്പർ സ്റ്റാർ റീസെന്റ്ലി ലോഞ്ച് ചെയ്തിട്ടുള്ള സ്റ്റാർ ഹെൽത്തിന്റെ പ്രോഡക്റ്റ് ആണ്. ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് അനാലിസിസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് എടുക്കേണ്ടതിന്റെ ആവശ്യകത, ആരൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യേണ്ടത്, ഈ ഒരു പ്രോഡക്റ്റ് എടുക്കേണ്ടവർ അല്ലെങ്കിൽ എടുക്കുന്നവർ മനസ്സിലാക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് വിശദമായിട്ട് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പൊ നമുക്ക് പ്രോഡക്റ്റിലേക്ക് പോകാം. സൂപ്പർ സ്റ്റാർ എന്ന പ്രോഡക്റ്റിന്റെ എലിജിബിലിറ്റി നമുക്ക് നോക്കാം. എൻട്രി ഏജ് എങ്ങനെയാണ് വരുന്നത്? ഇൻഡിവിജ്വൽ ആണെങ്കിൽ 18 വയസ്സ് തൊട്ട് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൽ ചേരാൻ വേണ്ടി പറ്റും. ഫ്ലോട്ടർ ആയിട്ടാണ് നമ്മൾ ഈ പോളിസിയിൽ ചേരുന്നതെങ്കിൽ അഡൾട്ട് ആണെങ്കിൽ 18 വയസ്സ്, ഡിപ്പെൻഡന്റ് ചൈൽഡ് ആണെങ്കിൽ 91 വയസ്സ് മുതൽ നമുക്കൊരു 91 വയസ്സല്ല 91 ദിവസം മുതൽ 25 വർഷം വരെ നമുക്ക് ഇതിൻ്റെ അത് ഡിപ്പെൻഡന്റ് ചൈൽഡ് ആയിട്ട് അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ചിൽഡ്രൻ ആയിട്ട് തുടരാൻ വേണ്ടി ഉള്ള ഓപ്ഷൻ ഈ ഒരു പോളിസിയിലുണ്ട്. അപ്പൊ നേരത്തെ വരുന്ന പോളിസിയിൽ ഒരു ഹെൽത്ത് അഷ്യൂർ ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ 17 ഇയേഴ്സ് മാത്രമാണ് തന്നിരുന്നത്. ഇതൊരു കംപ്ലീറ്റ് പാക്കേജ് പോളിസിയാണ്. ഒരുപാട് കാര്യങ്ങൾ ഓഫർ ചെയ്തിട്ടുള്ള ഒരു പോളിസിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു മാറ്റം ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ വരുന്ന പ്രധാനപ്പെട്ട കാര്യം ഫാമിലി സൈസ് ആണ്. ആദ്യമായിട്ടാണ് സ്റ്റാറിന്റെ ഒരു പ്രോഡക്റ്റിൽ 4 പേരെ, അതായത് 4 ചിൽഡ്രനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫാമിലി സൈസ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ മാക്സിമം നമുക്ക് 2 അഡൾട്ട് പ്ലസ് 4 ചിൽഡ്രൻ എന്നുള്ള ഒരു കാറ്റഗറിയിൽ നമുക്ക്, അതായത് സ്പൗസ്, സെൽഫ്, ഡിപ്പെൻഡന്റ് ചിൽഡ്രൻ എന്ന രീതിയിലേക്ക് നമുക്ക് ഈ ഒരു പോളിസിയിൽ ഫാമിലി സൈസിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. സം അഷ്യൂർഡ് ഓപ്ഷൻസ് വരുന്നത് 10 lakh, 15 lakh, 20 lakh, 25 lakh, 50 lakh, 1 crore. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, അൺലിമിറ്റഡ് സം അഷ്യൂർഡ് ആണ്. ആദ്യമായിട്ടാണ് ഈ ഒരു ഫീച്ചർ കൊണ്ടുവരുന്നത്. അൺലിമിറ്റഡ് സം അഷ്യൂർഡ് അൺലിമിറ്റഡ് ആയിട്ട് കൊടുക്കുകയാണ്. നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു കാര്യമാണ്. വലിയ വലിയ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ, ക്രിട്ടിക്കൽ ഇൽനെസ് വന്നു കഴിഞ്ഞാൽ ഈ സം അഷ്യൂർഡ് അൺലിമിറ്റഡ് ആയിട്ട് പോകുന്നത് വളരെ യൂസ്ഫുൾ ആകും. അപ്പോൾ സം അഷ്യൂർഡ് 1 crore ആൻഡ് അൺലിമിറ്റഡ് ക്യാൻ ബി ഓഫേർഡ് ഓൺലി അപ് ടു 65 ഇയേഴ്സ് എന്നൊരു കാര്യം പറയുന്നുണ്ട് ഒരു ഫ്രഷ് പോളിസി എടുക്കുന്ന സമയത്ത്. അപ്പോൾ 65 വയസ്സിന് താഴെയുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ 65 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഒരു അൺലിമിറ്റഡ് സം അഷ്യൂർഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യാനുള്ള ഒരു കാര്യം അത് പറയുന്നത്, എലിജിബിലിറ്റി പറയുന്നത്. അപ്പോൾ നമ്മളത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ കോ പേയ്മെന്റ്, അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് സൂപ്പർ സ്റ്റാറിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ആപ്ലിക്കബിൾ അല്ല കോ പേയ്മെന്റ്, അതായത് കോ പേയ്മെന്റ് ഇല്ലാത്തൊരു പോളിസിയാണ് സൂപ്പർ സ്റ്റാർ എന്ന ഈ ഒരു പുതിയ പ്രോഡക്റ്റ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ തന്നെയാണ്. അപ്പം പ്രധാനപ്പെട്ട ഒരുപാട് ഫീച്ചേഴ്സിൽ അപ്ഗ്രഡേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു പോളിസിയിൽ ആഡ് ഓൺ ചെയ്തിട്ടുമുണ്ട്. പിന്നെ ഫാമിലി ഡിവിഷൻ ഫോർ മൾട്ടി ഇൻഡിവിജ്വൽ കവർ, അതായത് എനിക്കൊരു സഹോദരനുണ്ട്, അല്ലെങ്കിൽ കസിൻ ഉണ്ട്, സിബ്ലിങ്സ് ഉണ്ട്. അപ്പൊ അവർക്ക് എൻ്റെ പേരിൽ പോളിസി എനിക്ക് പോളിസി എടുത്തു കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഈ ഒരു പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട് സൂപ്പർ സ്റ്റാർ. ഒരുപാട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും പറയുന്നില്ല, ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്ത് അവർ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്, പുതിയ ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. സെൽഫ്, സ്പൗസ്, ചിൽഡ്രൻ, പാരന്റ്സ്, സിബ്ലിങ്സ്, പാരന്റ്സ് ഇൻ ലോ, ഗ്രാൻഡ് പാരന്റ്സ്, ഗ്രാൻഡ് ചിൽഡ്രൻ, സൺ ഇൻ ലോ, ഡോട്ടർ ഇൻ ലോ, അങ്കിൾ ആൻഡ് നെഫ്യൂ, നീസ്, ബ്രദർ ഇൻ ലോ, സിസ്റ്റർ ഇൻ ലോ എന്നിങ്ങനെ മൾട്ടി ഇൻഡിവിജ്വൽ കവർ എന്നുള്ള ഒരു ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ നമുക്ക് പോളിസിയിൽ ആഡ് ഓൺ ചെയ്യാം സെപ്പറേറ്റ് പ്രീമിയത്തിൽ. പിന്നെ സോൺ വൈസ് പ്രീമിയം ആണ്, സോൺ എ, സോൺ ബി, സോൺ സി. അപ്പം ഇങ്ങനെ സോൺ വൈസ് വരുമ്പോൾ ചെറിയ പ്രീമിയത്തിൽ വ്യത്യാസം വരാം. അതുപോലെ മിഡ് ടേം ഇൻക്ലൂഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവൈലബിൾ ഫോർ ന്യൂലി വെഡഡ് സ്പൗസ് ആൻഡ് ന്യൂ ബോൺ ആൻഡ് ലീഗലി അഡോപ്റ്റഡ് ചൈൽഡ് എന്നൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ മിഡ് ടേമിൽ നമുക്ക് പോളിസിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പോളിസി ടൈം 1, 2, 3 and 4, 5 5 വർഷം വരെ നമുക്ക് ഈ ഒരു പോളിസിയിൽ ചേരാനുള്ള ഒരു ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്കൗണ്ട് ഫീച്ചേഴ്സിൻ്റെ അത് അവൈലബിൾ ആണ്. അതൊരു പുതിയ ഫീച്ചറാണ്. ഏർലി റിന്യൂവൽ ഡിസ്കൗണ്ട് എന്നൊരു ഓപ്ഷൻ്റെ അത് കൊണ്ടുവന്നിട്ടുണ്ട്. 2.5 ഡിസ്കൗണ്ട് ഇഫ് റിന്യൂവഡ് 30 days ബിഫോർ ദ പ്രീമിയം ഡ്യൂ ഡേറ്റ്. അതായത് പ്രീമിയം ഡ്യൂ ആകുന്ന 30 ദിവസം മുമ്പാണ് നമ്മൾ പോളിസി റിന്യൂ ചെയ്യുന്നതെങ്കിൽ 2.5% നമുക്ക് പ്രീമിയത്തിൽ ഡിസ്കൗണ്ട് തരുന്നുണ്ട്. ഏർലി റിന്യൂവൽ ഡിസ്കൗണ്ട് ടു ബി ഓഫേർഡ് ഓൺലി ഡ്യൂറിംഗ് 2nd and 3rd year റിന്യൂവൽസ്. അതായത് 2nd ഇയറിലും 3rd ഇയറിലും റിന്യൂവലിലാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ, ഫ്രീ ഡിസ്കൗണ്ട് ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് തന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, NRI കസ്റ്റമേഴ്സിനും അതുപോലെ ഇന്ത്യൻ കസ്റ്റമേഴ്സിനും ഈ ഓഫർ ഒരേപോലെ അവൈലബിൾ ആണ്. അപ്പൊ 2.5 ഡിസ്കൗണ്ട് നമുക്ക് നേടാൻ വേണ്ടി ശ്രമിക്കുക. ഏർലി റിന്യൂവൽ ഡിസ്കൗണ്ട് ആണ്, നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പിന്നെ ലോങ് ടേം ഡിസ്കൗണ്ടും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. 10% ഓൺ 2nd year പ്രീമിയം, 12.5% ഓൺ 3rd year പ്രീമിയം. അപ്പൊ 2ാമത്തെ വർഷം 10%, 3ാമത്തെ വർഷം 12.5% നമുക്ക് പ്രീമിയത്തിൽ ഡിസ്കൗണ്ട് തരുന്നു എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
പിന്നെ വരുന്നത് വെൽനസ് ഡിസ്കൗണ്ട് ആണ്. വെൽനസ് റിവാർഡ്സ് അപ് ടു 20% ഓൺ റിന്യൂവൽ പ്രീമിയം. അപ്പം വെൽനസ് പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് റിവാർഡ്സ് പോയിന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ 20% പ്രീമിയത്തിൽ ഡിസ്കൗണ്ട് നേടാൻ വേണ്ടി നമുക്ക് സാധിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ വെയിറ്റിംഗ് പീരീഡ്സ് ആണ്, അത് നോർമൽ തന്നെയാണ്. ഇപ്പൊ ഇനിഷ്യൽ വെയിറ്റിംഗ് പീരീഡ് ഈ ഒരു പോളിസിയിൽ വരുന്നത് 30 days ആണ്. സ്പെസിഫൈഡ് ഡിസീസസ് ആണെങ്കിൽ വെയിറ്റിംഗ് പീരീഡ് വരുന്നത് 24 months ആണ്. PED വെയിറ്റിംഗ് പീരീഡ് ആണെങ്കിൽ 36 months. അത് നോർമൽ എല്ലാ പോളിസിയിലും വരുന്ന ഒരു വെയിറ്റിംഗ് പീരീഡ് തന്നെയാണ്, അതിൻ്റെ അകത്ത് മാറ്റമൊന്നുമില്ല. പിന്നെ ബേസ് കവേഴ്സ്, അതിനകത്ത് റൂം റെന്റ് വരുന്നതാണെങ്കിൽ നമുക്ക് എനി റൂം ഉള്ള ഒരു ഓപ്ഷൻ അതിൻ്റെ അകത്ത് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ലിമിറ്റും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, സബ് ലിമിറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. എനി റൂം എന്നുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു പുതിയ പ്രോഡക്റ്റിൽ അവർ കൊടുത്തിരിക്കുന്നത്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. പിന്നെ പ്രൊഫഷണൽ ഫീസ്, ടെസ്റ്റസ്, മെഡിസിൻസ്, ICU ഇതൊക്കെ കവേർഡ് അപ് ടു സം അഷ്യൂർഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സം അഷ്യൂർഡ് എത്രയാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള നമുക്ക് കവറേജ് ഇതിനകത്ത് കിട്ടുന്നു. പിന്നെ ഫ്രീസ് യുവർ ഏജ് എന്നുള്ളൊരു ഓപ്ഷൻ, അതും ഒരു പുതിയ ആഡ് ഓൺ ഫീച്ചറാണ് സ്റ്റാർ ഹെൽത്തിന്റെ പ്രോഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം. അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഇൻഷുർഡ് വിൽ പേ പ്രീമിയം ആസ് പെർ ദ എൻട്രി ഏജ് ടിൽ ദ ഇൻഷുർഡ് മേക്സ് എ ഫസ്റ്റ് ക്ലെയിം. ഹോസ്പിറ്റലൈസേഷൻ ആകാം, ഡേ കെയർ ക്ലെയിം ആകാം. ദിസ് വിൽ ബി അവൈൽ അപ് ടു 15 years ഓൺലി എന്നൊരു കാര്യം പറയുന്നുണ്ട്. അതായത് 50 വയസ്സ് വരെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് 50 വയസ്സ് വരെ, നമ്മളിപ്പോൾ 18ാമത്തെ വയസ്സിലാണ് പോളിസി എടുക്കുന്നത്. 50 വയസ്സ് വരെ ക്ലെയിം ഒന്നും വന്നില്ലെങ്കിൽ നമ്മൾ 18ാമത്തെ വയസ്സിലെ പ്രീമിയം തന്നെ 50ാം വയസ്സിലും കൊടുത്താൽ മതി. ഇനി എന്നാണോ നമുക്ക് ക്ലെയിം വരുന്നത്, ആ ക്ലെയിം വരുന്ന വരെ നമുക്ക് ഈ ഒരു അവൈലബിലിറ്റി കിട്ടും. അത് നമ്മുടെ ഏജ് ഫ്രീസ് ചെയ്ത് ഡിസ്കൗണ്ട് നേടാൻ വേണ്ടി പറ്റും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇതൊരു ഡീറ്റെയിൽഡ് എക്സ്പ്ലെയിൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 18ാമത്തെ വയസ്സിൽ നമ്മൾ പോളിസി എടുത്തു, നമുക്ക് ക്ലെയിം ഒന്നും വന്നില്ല 50 വയസ്സ് വരെ. നമ്മൾ 18ാമത്തെ വയസ്സിൽ എത്രയാണോ പ്രീമിയം എടുത്തത് അത് തന്നെയായിരിക്കും 50ാം വയസ്സിൽ നമുക്ക് വരുന്ന പ്രീമിയം. ഇനി 18ാമത്തെ വയസ്സിൽ നമ്മൾ പോളിസി എടുത്തു, 25ാമത്തെ വയസ്സിൽ നമുക്കൊരു ക്ലെയിം വന്നു എന്ന് വിചാരിക്കുക. അപ്പൊ 25ാമത്തെ വയസ്സിൽ ക്ലെയിം വരുമ്പോൾ ആ ഏജ് ഫ്രീസിങ് അവിടെ വെച്ച് കഴിയും. പിന്നെ 26ാമത്തെ വയസ്സ് ഏത് സ്ലാബിലാണോ ആ സ്ലാബ് കാറ്റഗറി അനുസരിച്ചായിരിക്കും പിന്നീട് പ്രീമിയം വരുന്നത്. അപ്പൊ ക്ലെയിം വരാത്ത വർഷം വരെ നമുക്ക് ഏജ് ഫ്രീസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അപ്പൊ പ്രീമിയത്തിൽ വലിയൊരു ഡിസ്കൗണ്ട് നേടാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ ഓട്ടോമാറ്റിക് റീസ്റ്റോറേഷൻ ഓഫ് സം അഷ്യൂർഡ് ഇതിൻ്റെ അകത്തും വരുന്നുണ്ട്. അപ് ടു 100% ഓഫ് സം അഷ്യൂർഡ് വരുന്നത്. അൺലിമിറ്റഡ് ടൈംസ് ഓഫ് പോളിസി ഇയർ ഫോർ റിലേറ്റഡ് ആൻഡ് അൺറിലേറ്റഡ് ഇൽനെസ് ഓർ സബ്സീക്വന്റ് ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് ട്രിഗർ ഓൺ പാർഷ്യൽ ആൻഡ് ഫുൾ യൂട്ടിലൈസേഷൻ ഓഫ് സം അഷ്യൂർഡ്. അപ്പൊ ഇതിൻ്റെ അകത്ത് അൺലിമിറ്റഡ് റീസ്റ്റോറേഷനിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പാർഷ്യൽ ആൻഡ് ഫുൾ യൂട്ടിലൈസേഷൻ ഓഫ് സം അഷ്യൂർഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഒരു പുതിയ ഫീച്ചേഴ്സ് തന്നെയാണ്. പിന്നെ കുമുലേറ്റീവ് ബോണസ് നമുക്ക് ക്ലെയിം ഇല്ലാത്ത വർഷം വരുന്ന കാര്യമാണ്. അപ്പോൾ 50% ഈച്ച് റിന്യൂവലിനും വരുന്നത്. എവറി ക്ലെയിം ഫ്രീ ഇയർ ആണ് കേട്ടോ. അപ്പോൾ മാക്സിമം അപ് ടു 100% സം അഷ്യൂർഡ് നമുക്ക് കുമുലേറ്റീവ് ബോണസ് ആയിട്ട് 50% കിട്ടും. അപ്പോൾ തുടർച്ചയായിട്ട് 2 വർഷം നമുക്ക് ക്ലെയിം ഒന്നും വന്നില്ലെങ്കിൽ നമ്മുടെ സം അഷ്യൂർഡ് 100% ആയിട്ട് മാറും. സെയിം പ്രീമിയം തന്നെ നമ്മൾ കൊടുത്താൽ മതിയാവും. അതുപോലെ ഓർഗൻ ഡോണർ എക്സ്പെൻസ് ഇതിനകത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കവറേജ് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ആൻഡ് റിലേറ്റഡ് എക്സ്പെൻസ് അപ് ടു സം അഷ്യൂർഡ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇൻക്ലൂഡിംഗ് ദ ഡോണേഴ്സ് പോസ്റ്റ് ഡൊണേഷൻ കോംപ്ലിക്കേഷൻ എന്നൊരു കാര്യം പറയുന്നുണ്ട്. 6 മാസത്തോളം ഇപ്പം നമ്മളൊരു ഡോണറിന്റെ ഒരു ചെലവ് കൂടി വായിച്ചു, അതിനുശേഷം വീണ്ടും എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ 6 മാസ കാലയളവ് വരെ ഒരു അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും വേണ്ടി വന്നാൽ ആ ഡോണറിന്റെ കേസിൽ വരെ ഇതിനകത്ത് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഡെന്റൽ ചെക്കപ്പ് ആൻഡ് ക്ലീനിങ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ഫീച്ചറിൻ്റെ അത് കൊണ്ടുവന്നിട്ടുണ്ട്. ഡെന്റൽ ചെക്കപ്പ് ആൻഡ് ക്ലീനിങ് കൺസൾട്ടേഷൻ, IOPA, എക്സ്റേ ആൻഡ് സ്കെയിലിംഗ് അവൈലബിൾ ഫോർ 1 person അണ്ടർ ഈച്ച് പോളിസി സെക്കൻഡ് ആൻഡ് തേർഡ് ഇയേഴ്സ്. അപ്പോൾ അവൈലബിൾ ഓൺ ക്യാഷ്ലെസ് ബേസിസ് ആണ്. അപ്പോൾ ഇത് ക്യാഷ്ലെസ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു ഡെന്റൽ ചെക്കപ്പ് ആൻഡ് ക്ലീനിങ് പ്രോസസ്സിൽ കിട്ടുന്നത്. അപ്പം കൺസൾട്ടേഷന് കിട്ടും, അതുപോലെ ക്ലീനിങ്ങിന് കിട്ടും. അപ്പോൾ ഇത് കിട്ടുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോളിസി എടുത്ത് 2ാമത്തെ വർഷം 3ാമത്തെ വർഷം മാത്രമാണ് പോളിസിയിൽ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഫ്ലോട്ടർ പോളിസി ആണെങ്കിൽ ആ പോളിസിയിലുള്ള ഒരാൾക്ക് മാത്രമാണ് നമുക്കിത് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ അൺലിമിറ്റഡ് ടെലി കൺസൾട്ടേഷൻ അവൈലബിൾ ഓൺ സ്റ്റാർ ഹെൽത്ത് ആപ്പ്. സ്റ്റാർ ഹെൽത്തിലെ ആപ്പ് വഴിയാണ് നമുക്ക് ഈ ഒരു അൺലിമിറ്റഡ് ടെലി കൺസൾട്ടേഷൻ നമുക്ക് തരുന്നത്. ഒരു AI ഡ്രിവൺ ഫേസ് വഴിയായിട്ടാണ് ഈ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഹോം കെയർ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ നമുക്ക് കവേർഡ് അപ് ടു സം അഷ്യൂർഡ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ എത്രയാണോ സം അഷ്യൂർഡ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് അത്രയും വരെ നമുക്ക് കിട്ടും. ഡൊമിസിലറി ഹോസ്പിറ്റലൈസേഷൻ ആണെങ്കിലും കവേർഡ് അപ് ടു സം അഷ്യൂർഡ് എന്നുള്ള ഓപ്ഷൻ തന്നെയാണ് പറയുന്നത്. അതുപോലെ പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ 90 ദിവസം മുതൽ നമുക്ക് പ്രീ ഹോസ്പിറ്റലൈസേഷൻ കിട്ടും. പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ആണെങ്കിൽ 180 days വരെ, അതായത് നമ്മൾ ഒരു പർട്ടിക്കുലർ അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി ഡിസ്ചാർജ് ആയതിനു ശേഷം 180 ദിവസം വരെ നമുക്ക് ആ അസുഖമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടോ അതൊക്കെ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ വരുന്നത് 90 days ആൻഡ് 180 days ആണ്. അതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റു പോളിസികളിലുണ്ട്, എന്നേപ്പോലും ഇത് എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ തന്നെയാണ്.
ഡേ കെയർ ട്രീറ്റ്മെന്റ്, ഓൾ ഡേ കെയർ ട്രീറ്റ്മെന്റ് കവേർഡ് അപ് ടു സം അഷോർഡ്. ഡേ കെയർ ട്രീറ്റ്മെന്റ് നമ്മൾ എത്രയാണോ സം അഷോർഡ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് അത്രയും വരെ നമുക്ക് ഡേ കെയർ ട്രീറ്റ്മെന്റ് കവർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ മോഡേൺ ഡേ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ കവേർഡ് അപ് ടു സം അഷോർഡ് എന്നുള്ള ഓപ്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. മാക്സിമം തന്നെ കിട്ടും. ആയുഷ് ട്രീറ്റ്മെന്റിന് നമുക്ക് കവേർഡ് അപ് ടു സം അഷോർഡ് ആണ്. റോഡ് ആംബുലൻസ് ആണെങ്കിൽ കവേർഡ് അപ് ടു സം അഷോർഡ് ആണ്. എയർ ആംബുലൻസ് ആണെങ്കിൽ നമുക്കൊരു ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. 5 lakh ആണ് ഒരു പോളിസി ഇയറിൽ നമുക്ക് എയർ ആംബുലൻസിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അടുത്തൊരു ഓപ്ഷൻ വരുന്നത് പ്രീമിയം വെയ്വർ ആണ്. അതായത് 1 year പ്രീമിയം ഈസ് വെയ്വഡ് ഈ പ്രൊപ്പോസർ ഹു ഈസ് ഓൾസോ ഇൻഷുർഡ് ഈസ് ഡയഗ്നോസ്ഡ് വിത്ത് എ ലിസ്റ്റഡ് ക്രിട്ടിക്കൽ ഇൽനെസ് ആൻഡ് ഡൈസ് ഡ്യൂ ടു ആൻ ആക്സിഡന്റ്. അതായത് നമുക്ക് പ്രീമിയം വേ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് പ്രപ്പോസർ പോളിസിയിൽ എടുത്തിരിക്കുന്നു, അപ്പം അദ്ദേഹം മരണപ്പെട്ടു പോവുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഡയഗ്നോസ് ചെയ്യുന്നത് ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് ആണ്. അപ്പൊ ഇങ്ങനത്തെ വന്ന് അദ്ദേഹം മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അടുത്ത വർഷം ഓൾറെഡി അയാൾ ആ പോളിസിയിൽ ഉണ്ടാകത്തില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് അടുത്ത വർഷം ഫ്രീ ആയിട്ട് പോളിസി റിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് പ്രീമിയം വെയ്വർ എന്ന് പറയുന്നത്. പിന്നെ സ്റ്റാർ വെൽനസ് പ്രോഗ്രാം വഴി നമുക്ക് ഇതിനകത്ത് ആപ്പിൽ, സ്റ്റാറിന്റെ ആപ്പിലും സ്റ്റാർ വെൽനസ് ആപ്പിലൊക്കെ വഴി നമുക്ക് 1000 പോയിന്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 20% ഡിസ്കൗണ്ട് നേടാൻ വേണ്ടി പറ്റും. വാല്യൂ ആഡ് സർവീസ് ഉണ്ട്, അത് അവൈലബിൾ ആണ്. ഡിസ്കൗണ്ട് ഓൺ ഫാർമസി, ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് കൺസൾട്ടേഷൻ ഒക്കെ നമുക്ക് ആ ഒരു വാല്യൂ ആഡ് സർവീസ് ഉണ്ട്. ഈ ഡൊമസ്റ്റിക് സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ ഫ്രം എ നെറ്റ്വർക്ക് ഡോക്ടർ ബേസ്ഡ് ഓൺ സബ്മിറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സ്. അപ്പോൾ നമ്മളൊരു മെഡിക്കൽ റെക്കോർഡ്സ് സബ്മിറ്റ് ചെയ്യുവാണെങ്കിൽ ഈ ഡൊമസ്റ്റിക് സെക്കൻഡ് മെഡിക്കൽ ഓപ്ഷൻ എന്നുള്ളൊരു കാര്യം നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്.